ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ അഭിമുഖം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ കണ്ടത് ഓരോ കർമ്മത്തെയും എങ്ങനെയാണ് ഒരു യജ്ഞമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്ന്. ഹൗ ടു കൺവേർട്ട് എവറി ആക്ഷൻ ഇൻ ടു എ ഗ്ലോറിയസ് സാക്രിഫൈസ്. ഇനി എന്തിനാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ യജ്ഞഭാവനയോടെ നിർവഹിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ആവശ്യം ഇവിടെയാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കർമ്മമേഖലകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാകണമെന്നില്ലല്ലോ. നമുക്കിഷ്ടമില്ലാതെയും ചിലതിഷ്ടമുള്ള കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ യജ്ഞഭാവന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ അതിൽ 3 കാര്യങ്ങളുണ്ടാകണം. ഒന്ന് പരിപൂർണമായ സമർപ്പണം, പിന്നെ ആന്തരികമായ പ്രചോദനം, മൂന്നാമതായി എ ഡീപ്പ് ഇമോഷൻ ഓഫ് ലവ്, ഭഗവാനോടുള്ള അതിതീവ്രമായ പ്രേമഭാവന. ഈ 3 കാര്യങ്ങൾ, ഈ 3 ഗുണങ്ങളുള്ള മനസ്സോടുകൂടി നമ്മൾ ഏതു കർമ്മത്തെ ചെയ്താലും അത് വെറുമൊരു കർമ്മമാവുകയില്ല. ആ കർമ്മത്തിലൂടെ നമുക്കും ഈ സമൂഹത്തിനും പ്രയോജനമുണ്ടായിരിക്കും. മാത്രവുമല്ല, നമ്മുടെ മനസ്സിന് നാം എന്തു ചെയ്യുമ്പോഴും അതിൽ മനസ്സതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പ്രകടിപ്പിക്കാതെ ഏതു കർമ്മമായാലും അത് പ്രചോദനത്തോടെയും സമർപ്പണ മനോഭാവത്തോടെയും പൂർണ്ണമായ പ്രേമത്തോടെയും, ആരോടുള്ള പ്രേമം? ഈശ്വരനോടുള്ള പ്രേമഭാവത്തോടെയും നിർവഹിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ലഭിക്കുക? തൃപ്തിയാണ് ലഭിക്കുന്നത് മനസ്സിന്. അതെ, നമുക്ക് ജയം സംഭവിച്ചാലും ശരി, ഇനി പരാജയത്തെ നേരിടേണ്ടി വന്നാലും ശരി, മനസ്സിൻ്റെ സംതൃപ്തിക്ക് ഒരല്പം പോലും കുറവുണ്ടാവുകയില്ല അവിടെ. ഇങ്ങനെ നാം ഓരോ കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അവിടെ നമ്മുടെ ഭൗതികമായ പുരോഗതിയോടൊപ്പം തന്നെ ആധ്യാത്മികമായ വികാസവും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി ഈ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അർജുനൻ്റെ മാനസികാവസ്ഥ, അർജുനൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർജുന ഹാഡ് കംപ്ലീറ്റ്ലി ഫാളൻ ഇൻ ടു എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ. ഇവിടെ അർജുനൻ്റെ മനസ്സിൽ, ആ മനസ്സ് അർജുനനിൽ 3 തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇല്യൂഷൻ, ഡെല്യൂഷൻ ആൻഡ് ഹലൂസിനേഷൻ. മാനസികമായ താളം ഒരു വ്യക്തിക്ക് നഷ്ടമായി പോയാൽ ആ മനസ്സിൽ എന്തൊക്കെ സംഭവിക്കും? ആധുനിക സൈക്കോളജി പറയുന്നു, ആദ്യമായിട്ട് ആ വ്യക്തിക്ക് സ്വബോധം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ആരാണ് എന്നൊരു ചിന്ത ആദ്യം നഷ്ടപ്പെടും. പിന്നെ തൻ്റെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധവും നഷ്ടമാകും. എന്തോ ഒരു സങ്കല്പിക ലോകത്തിലായിരിക്കും പിന്നീട് ആ വ്യക്തിയുടെ മനസ്സ് നിൽക്കുന്നത്. സ്വഭാവങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇതിനും പുറമെ 3 കാര്യങ്ങൾ കൂടി ആ മനസ്സിലുണ്ടാകും: ഡെല്യൂഷൻ, ഇല്യൂഷൻ ആൻഡ് ഹലൂസിനേഷൻ. വിചിത്രമായ ചിന്തകളായിരിക്കും ആ സമയത്ത് ആ വ്യക്തിക്ക്. പിന്നെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം തെറ്റായ രീതിയിൽ മനസ്സിലാക്കും. പിന്നെ ഇല്ലാത്ത ചില കാര്യങ്ങളെ കാണാനും കേൾക്കാനും അനുഭവിക്കാനുമെല്ലാം ഈ മനസ്സിന് കഴിയും. ഹലൂസിനേഷൻ. ഇല്ലാത്ത ഓരോ കാര്യങ്ങളെ കാണാനും, അത് ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ മാനസിക താളം തെറ്റുമ്പോൾ നമുക്ക് സംഭവിക്കുകയാണ്. ഇങ്ങനെയൊരു മാനസികാവസ്ഥയിൽ എത്തിപ്പോയാൽ, അഥവാ അങ്ങനെയൊരു അവസ്ഥ നമുക്കുണ്ടായാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഒരു വിധത്തിലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ ലഭിക്കില്ല. ഭാഗ്യവശാൽ ഇവിടെ അർജുനൻ്റെ മുൻപിൽ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടായിരുന്നു. ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലും അർജുനൻ ആ ഭഗവാന്റെ വാക്കുകൾ കേൾക്കുവാൻ തയ്യാറായിരുന്നു. ഭഗവാന്റെ മുൻപിൽ പൂർണ്ണമായും ഈ മനസ്സിനെ സമർപ്പിക്കുവാൻ അർജുനന് സാധിച്ചിരുന്നു. ഹേ കൃഷ്ണ, എനിക്ക് ഏത് പാതയിലൂടെ സഞ്ചരിക്കണമെന്നറിയില്ല, എനിക്ക് മാർഗദർശനം നൽകൂ എന്ന ഒരു വിനയഭാവം. അല്ലാതെ ആ സമയത്തും അഹങ്കാരപൂർവം എല്ലാം എനിക്കറിയാമെന്ന ഭാവത്തോടെ അർജുനൻ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. തുടക്കത്തിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധഭൂമിയുടെ നടുവിലെത്തിയപ്പോഴേക്കും തൻ്റെ ദൗർബല്യം എന്താണെന്ന് അർജുനന് മനസ്സിലായി. ആ നിമിഷം സമർപ്പിക്കുവാൻ അർജുനൻ തയ്യാറാവുകയും ചെയ്തു. രസം എന്താണെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയാൽ വളരെ മനോഹരമാണ്. അർജുനൻ ശരിയാണ്, വിനയത്തോടെ ഭഗവാന് മുൻപിൽ
എന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിരുന്നു. എന്നാലും അർജുനൻ്റെ മനസ്സിൽ ഒരു തീരുമാനം തുടക്കത്തിലുണ്ടായിരുന്നു. ഞാൻ ഈ യുദ്ധം ചെയ്യില്ല എന്ന തീരുമാനം. അങ്ങനെയാണല്ലോ 1-ാം അധ്യായത്തിൽ ധാരാളം ന്യായീകരണങ്ങൾ അർജുനൻ പറയുന്നത്, യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടി. യുദ്ധം ചെയ്യൂ എന്ന ഭഗവാന്റെ നിർദ്ദേശത്തോട് അർജുനന് യോജിപ്പുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. പിന്നീട് 1-2 അധ്യായങ്ങൾ ഭഗവാൻ കൃഷ്ണനിൽ നിന്നും മനസ്സിലാക്കിയതിനു ശേഷം കുറേശ്ശെ അർജുനൻ്റെ മനസ്സും ബുദ്ധിയും ഭഗവാൻ പറയുന്നതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഭഗവാന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. ഭഗവാൻ പറയുന്ന കാര്യത്തിലൂടെ തൻ്റെ കാര്യം, അതായത് അർജുനൻ്റെ അഭിപ്രായത്തെ ന്യായീകരിക്കുവാൻ എന്തെങ്കിലും വാക്കുകൾ ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ വേണ്ടി. കാരണം ഭഗവാന്റെ ഓരോ വാക്കുകളും അർജുനൻ്റെ ഇഷ്ടത്തിന് എതിരായിരുന്നു. അതുമാത്രവുമല്ല, ഭഗവാന്റെ വാക്കുകളെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ അർജുനന് സാധിക്കുന്നുമില്ല. അങ്ങനെ ആ വ്യക്തത ഇല്ലാത്ത ആ മനസ്സിൽ നിന്നുമാണ് അർജുനന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ സംശയമുണ്ടാകാനും ഒരു കാരണമുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു ഭാഗത്ത് ഭഗവാൻ പറയുന്ന ആ കാര്യമായിരിക്കില്ല വേറൊരു ഭാഗത്ത് ഭഗവാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനന് സംശയമുണ്ടാകാനുള്ള കാരണം. പിന്നെ ഇവിടെ അർജുനൻ എല്ലാ സമയവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ശരിക്കും മനസ്സിലാക്കൂ. ഇത് നമ്മുടെ മാനസികാവസ്ഥയാണ്. എൻ്റെയും നിങ്ങളുടെയും മാനസികാവസ്ഥയാണ് ഇവിടെ അർജുനൻ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അർജുനൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. എന്താണ് അന്വേഷിക്കുന്നത്? തൻ്റെ ഭീരുത്വം കാരണം, എൻ്റെ മനോദൗർബല്യം കാരണം ഞാൻ എടുത്ത ഈ തീരുമാനം ഉചിതമാണ്. വെരി ഗുഡ് അർജുന, യു ഹാഡ് ടേക്കൺ ദ റൈറ്റ് ഡെസിഷൻ. ഇങ്ങനെ ഭഗവാൻ അർജുനനെ പ്രശംസിക്കണം, പ്രോത്സാഹിപ്പിക്കണം. താൻ എടുത്ത യുദ്ധം ചെയ്യരുത് എന്ന തീരുമാനം വളരെ ശ്രേഷ്ഠമാണ് എന്ന് ഭഗവാൻ പറയണം. ഇതായിരുന്നു അർജുനൻ്റെ മനോഭാവം. ഈയൊരു പ്രതികാരണം ഭഗവാനിൽ നിന്നും അർജുനൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രതീക്ഷിക്കുകയാണ് അർജുനൻ, ഭഗവാൻ ഇങ്ങനെ പറയുമോ എന്ന്. പക്ഷേ ഒരു ഭാഗത്തും ഭഗവാൻ കൃഷ്ണൻ അർജുനൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നില്ല. അർജുനൻ്റെ ചിന്തകൾ ശരിയാണ് എന്നൊരിക്കലും ഭഗവാൻ പറയുന്നില്ല. എന്നാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അർജുനൻ്റെ ഈ തീരുമാനം, തൻ്റെ കർമ്മം ഉപേക്ഷിക്കുക എന്ന തീരുമാനം ശരിയാണ് എന്ന തെളിവുകൾ ഭഗവാന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഭഗവാൻ തന്നെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളെ എടുത്തു പറയുന്നുണ്ടല്ലോ. ഇതായിരുന്നു അർജുനന് ആവശ്യവും, ഇതായിരുന്നു അർജുനന് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതേ അർജുനനെ യുദ്ധം ചെയ്യുവാനായി, ആയുധമെടുത്ത് കർമ്മം ചെയ്യുവാനായി ഭഗവാൻ തന്നെ പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമാണ് അർജുനൻ്റെ മനസ്സിൽ ഈ ഒരു സംശയമുണ്ടാകണം. എന്തിനാണ് കൃഷ്ണ അങ്ങ് എന്നെ ഇങ്ങനെ സംശയത്തിൽ അകപ്പെടുത്തുന്നത്? അങ്ങു തന്നെ ഈ വിപരീതമായ 2 കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ്? അങ്ങനെ അർജുനൻ ഭഗവാനോട് നേരിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാണ് അങ്ങയുടെ ഈ നിർദ്ദേശങ്ങളിലൂടെ എന്നെ വീണ്ടും സംശയിപ്പിക്കുന്നത്? 3-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മധാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഇങ്ങനെ അർജുനൻ്റെ ഈ ചോദ്യത്തിലൂടെയാണ് കർമ്മയോഗം എന്ന 3-ാം അധ്യായം ആരംഭിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. ഈ ജീവിതയാത്രയിൽ ഭഗവാൻ നിർദ്ദേശിച്ചതായ വിജയം കൈവരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും പ്രണാമം. ഹരി ഓം.